നമ്മളിപ്പോൾ വരുമ്പോൾ പ്രായോഗികമായ ഉടമ്പടിയിലാകുകയാണ്. ആശയപരമായ ഉടമ്പടിയിലാകുന്നതും ദൈവം അംഗീകരിക്കുന്ന ഒരു ദൈവികമായ അടയാള പദ്ധതിയാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. തൃശ്ശൂരിൽ നിന്ന് സവിത എന്നൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറയണത് മാരകമായ വയറുവേദനയുടെ മകന്, അവന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. മാരകമായ വയറുവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന വന്നാൽ നിൽക്കത്തില്ല, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. തന്നെയാണ് അമ്മ മക്കളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ കുഞ്ഞിന് സങ്കടവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ അമ്മയുടെ ജീവിതം തീർന്ന് ഇവനോ ഓർത്തിട്ടുള്ള വിഷമവും വേവലാതിയുമായിട്ട് ജീവിക്കുകയാണ്. അത് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അത് കേട്ട് കഴിഞ്ഞാൽ. നിങ്ങളുടെ മക്കൾക്ക് രോഗം വരുമ്പോൾ. പക്ഷെ അത് മാറാത്ത രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ മാറും, ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പ് പോയി. അതോടുകൂടി ഇവരുടെ പിടിവിട്ടുപോയി. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പിടിവിട്ടു പോകുന്ന ഒരവസരം വരും. പിടിവിട്ട് ജീവിതത്തിലുണ്ടാവും. ഉടമ്പടിയിലായിരിക്കുമ്പോഴും ഉണ്ടാവും, ഉടമ്പടിക്ക് മുമ്പും ഉണ്ടാവും. പിടിവിട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്ന വിശ്വാസികളുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികളുടെ ഒരു ഗുണമെന്ന് പറയണത്, നിങ്ങൾ പിടിവിട്ട് പോകുമ്പോൾ എല്ലാം തീർന്നെന്നല്ല വിചാരിക്കേണ്ടത്. ഞാനൊരു എപ്പോഴും നിങ്ങൾ പറയും 21 ലക്ഷം ആൾക്കാരെ കണ്ണുനീര് നേരെ കേട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ 10-32 വർഷമായി ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട്. അപ്പോൾ പിടിവിട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കരുത് എൻ്റെ പിടിവിട്ട് പോകുമെന്ന് ഓർക്കരുത്. പിടിവിട്ട് പോകുമ്പോൾ കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിരിക്കണം എന്ന് ഓർക്കണം. കൈയിട്ടിച്ച് ശ്രദ്ധിക്കണല്ലേ. അതാണ് ഈ പറയണത്. He have uphold me in the victorious with the victorious right hand. Take the word of God, Isaiah 41:10. അതാണ് അവൻ്റെ വലത് കരത്താൽ അവൻ എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ പിടി ഇപ്പം മരുന്നിനിയില്ല, ഈ രോഗത്തിന് മരുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർന്നെന്നല്ല വിചാരിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ സൃഷ്ടാവിൽ ആരംഭിക്കാൻ പോകുന്ന കൈയടിച്ച് ശ്രദ്ധിക്കണല്ലേ. അങ്ങെപ്പോലെ കൈവീശിക്കൊണ്ട് ആരാധന. നമ്മളിങ്ങനെ ആരാധനയിൽ പോകുമ്പോൾ നമ്മുടെ ആരാധനയിൽ ഈശോ എന്നാ ചെയ്യണത്? വചനം പഠിപ്പിക്കും, വചനം വ്യാഖ്യാനിച്ച് തരും, വചനം പ്രാർത്ഥിപ്പിച്ച് തരും, വചനം പാട്ടാക്കി മാറ്റി തരും. ഇതൊക്കെ എന്തിനാ? ഇത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതുപോലെ ആരാധന ഇരുന്ന് കൂടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ആരാധന ഇരുന്ന് കൂട്ടമായിട്ട് ആരാധന, അയൽവാസികളെല്ലാം ഉടമ്പടി എടുത്തുള്ളവരെല്ലാം ഒരുമിച്ചൊരു ദിവസം ഫിക്സ് ചെയ്തിട്ട് വന്ന് മൊബൈൽ TV കണക്ട് ചെയ്ത് ആരാധന, ഈ നമ്മുടെ സാരി തലപ്പൊക്കെ പള്ളിയിലിരിക്കുന്ന പോലെ ശിരസ് മൂടിക്കൊണ്ട് TV ആരാധന, ഉടമ്പടി ആരാധന കൂടുന്നവരുണ്ട്. ഉടമ്പടി ആരാധന എന്ത് സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞാൽ എന്ത് സംഭവിക്കാമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഷാലോൺ TV പോലും ആരാധന കൂടുമ്പോൾ കർത്താവിൻ്റെ കൈകൾ നീണ്ടു വന്നിട്ട് മാരകരോഗങ്ങൾ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ നമ്മുടെ സവിതയുടെ അവസ്ഥ എന്താ? സവിതയുടെ മകൻ അവർ ഇങ്ങനെ ഉടമ്പടി ആരാധന ഇപ്പം അവർക്ക് അവിടെയൊക്കെ നിലവിട്ട് പോയില്ല, പിടിവിട്ട് പോയില്ല. അവർ പിടിവിട്ട് പോയെങ്കിലും ഇനി മരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും കുഞ്ഞിൻ്റെ ഈ മരണം വരെ ഇങ്ങനെ ആയിരിക്കുമോ,
ഞാൻ മരിച്ചാലും കുഞ്ഞിന് വേദനയുമായിട്ട് കുഞ്ഞ് തുടരേണ്ടി വരുമോ? ഇങ്ങനെ വല്ലാത്ത ചിന്തകളെല്ലാം ബാധിച്ച് ഒരുതരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ സങ്കരം, അത് ഭ്രാന്ത് കണ്ണീരായിട്ട് ഇങ്ങനെ ഒഴുകി. അത് അപ്പോഴും ഇവൾ ഉടമ്പടി ആരാധന കൂടുന്നുണ്ട്. ഉടമ്പടി എടുത്തിട്ടില്ലേ ആൾ? അതാണ് രസം. അതാണ് ഞാൻ പറഞ്ഞത്, ആശയപരമായ ബന്ധമെന്ന് ഉടമ്പടി എന്ന് പറഞ്ഞത് അതാണ്. നമ്മൾ ചിലപ്പോൾ ഉടമ്പടി എടുത്ത് കാണത്തില്ല, പക്ഷെ നമ്മൾ ഉടമ്പടിയുടെ ഉപ്പ് ചില ആൾക്കാർ ഉപയോഗിക്കും, ആരെങ്കിലും നാത്തുമാരെ ബന്ധുക്കളെ തരുന്ന് ഉപയോഗിക്കും. അവരത് വിശ്വസിച്ചില്ലേ, അപ്പോൾ അതിന് ആശയപരമായിട്ട് അവർ ഉടമ്പടിയോടെ കണക്റ്റഡായി. ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങൾക്കും അവർക്ക് യോഗ്യതയായി. ആരും വിശ്വാസങ്ങളെല്ലാം ബന്ധമെന്ന് പറയുന്നത്. ഈ പാലമെന്ന് പറയുന്നത്, ബ്രിഡ്ജെന്ന് പറയുന്നത് എന്താ? അക്കരെ ഇക്കരെ ഒരു നദി ഒഴുകുന്ന ദൈവം ഇക്കരെയും നമ്മൾ അക്കരെയും ആണെങ്കിൽ ഇതിൻ്റെ പാലമെന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെ പാലം. ചിലത് അടിപ്പാലമുണ്ട്, ചില കോൺക്രീറ്റ് പാലമുണ്ട്, പല പാലങ്ങളേ ഉള്ളതേ ഉള്ളൂ. തടിപ്പാലമൊക്കെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഉടഞ്ഞു പോകും, മഴയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ കണ്ടിച്ചൊക്കെ പോകും. നല്ല കോൺക്രീറ്റ് പാലമുള്ള ആൾക്കാരുണ്ട്. ഒരിക്കൽ വിശ്വാസം സ്ഥാപിച്ചാൽ പിന്നെ അത് പോകത്തില്ല. അത് തന്നെ അതുപോലെ തന്നെ നിൽക്കും. പിന്നെ അതിനെ മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവർ ഇങ്ങനെ കുഞ്ഞപ്പുറത്ത് കളിക്കുക വേറെ എന്തോ എടുക്കാൻ വേണ്ടി, കുഞ്ഞ് ഫ്രീ ആണ്, അമ്മയുടെ അടുത്ത് ഇല്ല. അപ്പോൾ അമ്മ ഇരുന്നുകൊണ്ട് ടി വിയിൽ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരാധന കൂടുന്നതിനേക്കാൾ ഉപരി ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാധനയും കരച്ചിലും ഒരുമിച്ച് പോവുകയാണ്. ദൈവത്തോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനൊരു അവസ്ഥ ചെന്ന് കഴിഞ്ഞാൽ വേറെ എല്ലാവരോടും പറയാൻ പറ്റുമെങ്കിൽ അവരൊക്കെ ഒരു മാനുഷികമായ സഹതാപം തരികയല്ലേ ഉള്ളൂ. എനിക്ക് തോന്നിയിരിക്കുന്നത്, ഞാൻ ഈ മാനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാണ്. മാനുഷ്യ ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം മനുഷ്യനെതിരായിട്ടല്ല, നിങ്ങളെ റിലേ ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പണി മേടിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾ സമയം കൂടെ ചിലവഴിക്കുന്ന ബന്ധുക്കൾക്ക്, സ്വന്തപ്പെട്ടവർക്ക്, ഫ്രണ്ട്സിന് അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പണി മേടിച്ചിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മാത്രം പാഠം പഠിക്കുകയും പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അവർ സ്കൂട്ടാകും, അവരുടനെ സ്കൂട്ടാകും. അത് അവർ നിങ്ങളുടെ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളെ വിട്ടും വെച്ചിട്ട് അവർ പോകുന്നത് വരെ വൈ ഷുഡ് യു മെയിൻറ്റെയിൻ ദം? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഒരു തട്ടുകേട് നിങ്ങൾക്ക് കിട്ടണ വരെ വൈ ഷുഡ് യു വേസ്റ്റ് യുവർ ടൈം? നിങ്ങൾ എന്താ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണത്? അപ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം കൊടുക്കുക. ബന്ധുക്കൾ വേണ്ടെന്ന, സ്വന്തം വേണ്ടെന്ന, ഫ്രണ്ട്സ് വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയണത്. യു ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ദാൻ ഗോഡ്. നിങ്ങളുടെ പ്രാർത്ഥനയെ നശിപ്പിക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുന്ന, വിശ്വാസ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നിങ്ങൾ ദൈവത്തെ വളരാൻ നിങ്ങൾ അനുവദിക്കാത്ത ഒരു പിശാചിനെ, അവനത്തെ ബന്ധുവോ സ്വന്തമായിട്ട് എന്തിനാണ് തൂങ്ങിക്കൊണ്ട് നടക്കുന്നത്? അവിടുന്ന് അവരെ വിട്ടേക്കൂ എന്ന് കർത്താവ് പറഞ്ഞില്ലേ? അവരെ വിട്ടേക്കൂ. എന്താണ് കാരണം? അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. ആധ്യാത്മിക ജീവിതം, ക്രിസ്തുവായുള്ള ജീവിതം കുറേ ആൾക്കാരെ വിടാതെ പറ്റത്തില്ല. അവരെ വിട്ടേക്കും. മത്തായി 15:14 അവരെ വിട്ടേക്കൂ. അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ദൈവത്തിൽ നിങ്ങളെ വളർത്താത്ത, ദൈവത്തെ കാണാത്ത എല്ലാ മനുഷ്യരും അന്ധരാണ്. സംശയമുണ്ടാവും. അതുകൊണ്ടാണ് ഈ ടി വിയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് എന്താ പറയണത്, ഭൂമിയിൽ ഒരു വാഴക്കായും ചെയ്യാതെ ദൈവത്തിന് എന്തിനാണ് മോഡിൽ എന്ത് വാഴക്ക ചെയ്യുക? അപ്പോൾ അയാൾക്ക് ബോധമില്ല, ദൈവത്തെക്കുറിച്ച് അറിയത്തില്ലേക്ക്. ദൈവത്തെക്കുറിച്ച് അറിയാത്തവർക്കോ പ്രാർത്ഥിക്കാത്തവർക്കോ ദൈവത്തെക്കുറിച്ച് പറയാൻ എന്ത് അവകാശം? അത് പ്രാർത്ഥിക്കുന്നവരുടെ, വിശ്വസിക്കുന്നവരുടെ അവകാശമാണ് ദൈവത്തെക്കുറിച്ച് പറയുക. ശ്രദ്ധിക്കണം. എത്ര നല്ല ദൈവത്തോട് സന്തോഷത്തിന് പാടുക. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും.
കൊച്ചു ജീവിതത്തെ അപ്പോഴേ ഇതുപോലെയുള്ള ഒരു ടൈമില്ലേ, അതായത് പിടിവിട്ട് പോകുന്ന ടൈം, അതെന്തിനാണ്? നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ചേച്ചി എന്താ ചെയ്യണം? ഇപ്പം മകൻ്റെ കാര്യം ജീവിതത്തിൽ പിടിവിട്ട് പോയ അവസ്ഥയെ ഇനി എന്ത് ഷി ഹാസ് നോ ഐഡിയ. ഇനി എവിടെയാണ് പോകേണ്ടതെന്ന്, റിലേ ചെയ്യേണ്ടതെന്ന്, ആശ്രയം വെക്കേണ്ടതെന്ന് അറിയാതെ അന്താളിപ്പും അമ്പരപ്പുമായിട്ട് ഈ ഒരമ്മ വേദന കൊണ്ട് ആരാധന കൂടുകയാണ്. കൂടുന്ന സമയത്ത് പെട്ടെന്ന് അപ്പുറത്തെ മുറിയിൽ എന്തോ എടുക്കാൻ പോയ മകൻ പെട്ടെന്ന് ഓടി വന്ന് ഇവരുടെ മടി കയറിയിരിക്കും. ഈ 7ാം ക്ലാസ്സുകാരൻ, അമ്മ എൻ്റെ വയറുവേദന പോയെന്ന് പറഞ്ഞു. പെട്ടെന്ന് അതെന്താ? അപ്പം ഇവർ, നിങ്ങളിപ്പോൾ കൈയടിച്ചില്ലേ, അവരത് വിശ്വസിച്ചില്ല. കാര്യം എന്താണ്? ഇവനിങ്ങനെ ഇടയ്ക്ക് വേദന വരാതിരുന്നിട്ട് പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ കിടന്ന് പോകാൻ തുടങ്ങും. അമ്മേ വേദനേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും. അതുകൊണ്ട് അവർക്കൊരു സന്തോഷം ഉണ്ടായില്ല. അപ്പോൾ ഇല്ലമ്മ എനിക്കിന് വേദന വരത്തില്ല. അപ്പോൾ ഇവന് ഈ ഉള്ളിൽ ബോധമുണ്ടായി. ആ ദൈവം കൊടുത്ത ഒരു ബോധമാണ്, ഇനി അവന് വേദന വരത്തില്ലെന്ന്. അവനെ പറയാൻ കാര്യം, അപ്പോൾ എന്ത് സംഭവിച്ചിട്ടെന്ന് അമ്മ ചോദിക്കും. അപ്പോൾ പറയും, അമ്മ ഇവിടെ ആരാധന കൂടിയില്ലേ, അമ്മ കരഞ്ഞുകൊണ്ടിരുന്നല്ലേ ആരാധന കൂടിയത്. അപ്പോൾ ഒരു കൈ എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് എൻ്റെ വയറേൽ ഇങ്ങനെ തടയി ഇറക്കി. പിന്നെയും 3 പ്രാവശ്യം ഉഴച്ചു വന്നപ്പോൾ ഈ 3 പ്രാവശ്യവും ഈ കൈ വന്ന് എൻ്റെ വയറിൽ നിന്ന് തടയി ഇറക്കി. എനിക്കപ്പോൾ വേദന പോയി. ഇനി എനിക്ക് വേദന വരത്തില്ല. ശ്രുതികട ഹല്ലേലൂയ. എന്തു ചെയ്തും നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയിടാം. അപ്പോൾ അവർ ഉടമ്പടി എടുത്തിട്ടില്ല. അപ്പോൾ അമ്മ, എന്നിട്ട് ഈ മകൻ അമ്മയോട് പറയും, അമ്മ ഇനി എനിക്ക് ഭക്ഷണം താ, എല്ലാ ഭക്ഷണം താ, ഞാൻ കഴിക്കാമെന്ന് പറയും. ഇവന് ആന്തരികമായ ബോധ്യം കിട്ടി. അപ്പോഴമ്മ ഇവൻ്റെ സന്തോഷം കണ്ടിട്ട് അമ്മയ്ക്ക് തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ മകനെ തൊട്ടിട്ടുണ്ട്, അമ്മ എൻ്റെ മകനെ തൊട്ടിട്ടുണ്ടെന്ന് തോന്നി. ഉടനെ ഇവൻ അന്ന് മുതൽ ഭക്ഷണമെല്ലാം കൊടുക്കാൻ തുടങ്ങി. ഇന്ന് വരെ അവനൊരു വേദനയുമില്ല, എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട് അവൻ. അതെന്താ സംഭവം? അത് ആശയപരമായ ഉടമ്പടിയാണ്. ഉടമ്പടിയുടെ ഭാഗമായി ഉടമ്പടി ആരാധന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇവർ വിശ്വാസം നിക്ഷേപിക്കും. ഇവരിവിടെ വന്നിട്ടില്ല. അവർ ഉടമ്പടി ആരാധനയിൽ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കർത്താവ് പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ അതിൽ വിശ്വസിക്കുകയാണ്. അമ്മ അതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? ദൈവം അത് മൊത്തമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് നേരിട്ട് വന്ന് നമ്മൾ ഇപ്പോൾ ഈ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന സാക്ഷ്യങ്ങളെ സത്യം പറയാം, സഭ ഇത് ശരിക്കും തീഷ്ണമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. നമ്മൾ സഭ പഠിക്കാൻ വേണ്ടിയാണ് ഇത് എപ്പോഴും പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലണത്. എന്തിനാ? സഭ ഇത് പഠിക്കണം. കാര്യം നമ്മൾക്ക് സാധാരണ ഈ സഭയുടെ 2000 കൊല്ലത്തിനുള്ളിൽ സംഭവിക്കാത്ത സാക്ഷ്യങ്ങളാണ് നടക്കുന്നത്. കാര്യം ടി വിയിൽ ആരാധന കൊണ്ടിരിക്കുക, അപ്പോൾ ദൈവത്തിൻ്റെ കൈകൾ നേരിട്ട് വരിക, എന്നിട്ട് ആ വേദനയുള്ള സ്ഥലത്ത് തൊടുക, അതിനെ പൂർണ്ണമായി സുഖപ്പെടുത്തുക. അതായത് ക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഇലക്ട്രോണിക്സ് കാലത്തും സോഷ്യൽ മീഡിയയുടെ കാലത്തും അതിനെ മീൻസായിട്ട് എടുത്തുകൊണ്ട് ദൈവം തൻ്റെ ജനങ്ങളെ സന്ദർശിക്കുന്ന അതിമനോഹരമായ ഒരു സുവിശേഷ ലോകം, സുവിശേഷ ടൈം, ഒരു പ്രത്യേക ടൈം ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ
അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പിന്നെ സവിത വന്ന് ഉടമ്പടി ചെയ്യണതും ഉടമ്പടി ചെയ്തതിന് ശേഷം അവിടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെയാണ്. അതായത് അവർ ഒരിക്കലും വീട് പണിതിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല. ഒരു മുറി മുകളിൽ എടുക്കാൻ വേണ്ടി ഒരു 5 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ കൂട്ടി വെക്കുമ്പോൾ ഉടനെ അതിന് വലിയ ആവശ്യം വരും. ഒന്ന് വീട്ടിലെ ആവശ്യം വരും, അല്ലെങ്കിൽ ബന്ധുക്കൾ ആവശ്യം. പണം ശരിയായിട്ട് പറയില്ലേ, പണം വീട്ടിൽ ഇരിക്കണില്ലെന്ന്. എല്ലാവരുടെയും പ്രശ്നമാണത്, പണം വീട്ടിലിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പണം സ്വരുക്കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്തൊരു അനാമത്ത് ചിലവ് വരും. അങ്ങനെ മണി ഫ്ലോ തിരിച്ചൊഴുകുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ അവർ മടുത്ത് 3-4 പ്രാവശ്യം വീട് വെക്കാൻ ശ്രമിച്ച് സ്വരുക്കൂട്ടി വെച്ച കാശും കൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തും കൊടുത്തും സംഭവം അവർ അലാക്കിൽ കിടക്കുകയാണ്. അപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ വീട് പണിയണം എന്ന് പറയാം. അത്രേ ഉള്ളൂ ഉടമ്പടിയിൽ. പിന്നെ ഒരു മുറിക്കാണ് ഈ ഉടമ്പടി വെച്ചിരിക്കണം അവർ. പക്ഷെ അവർ ആ സാക്ഷി നിങ്ങൾ കേൾക്കണമെങ്കിൽ ഇന്ന് പോയി അവർ പണിതിരിക്കുന്നത് മുകളിൽ 3 മുറിയാണ്. വിത്തിൻ നോ ടൈം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്ദർശിച്ച് സംരക്ഷിക്കുന്ന ആരാധന, ആരാധന, യേശുവേ, ആരാധന. ദൈവത്തെ വിശ്വസിക്കാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പിരികേറ്റി ഉടമ്പടി എടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ ബിസിനസ് തന്ത്രമാണെന്ന്. അങ്ങനെയുള്ള ഇഡിയറ്റ്സ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇതൊക്കെ അച്ഛനിങ്ങനെ, ഞാൻ പറഞ്ഞത് എന്താണ്, ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണത്. അപ്പം അവരുടെ നമ്മുടെ എതിർക്കുന്നവർ പറയും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന്. ഒറ്റപ്പെടലല്ല, 10 സാക്ഷ്യം വെച്ചാൽ ഒരു ദിവസം അപ്പ് ചെയ്യണത്. 10 സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യും. 15 സാക്ഷ്യം ഒരു ക്ലസ്റ്ററായിട്ട് അപ്പ് ചെയ്യും. that means 25 സാക്ഷ്യം ഒരു ദിവസം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ 10 ദിവസം ആകുമ്പോൾ 250 സാക്ഷ്യം, ഒരു മാസം 750 സാക്ഷ്യം. 750 കുടുംബങ്ങൾ പല പല ഘട്ടത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് ഇന്ന് വരെ മനുഷ്യൻ ആധ്യാത്മികമായിട്ടുള്ള ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ ആശ്രയിച്ചിട്ട് ഇന്ന് വരെ കാണാത്ത അടയാളങ്ങളാണ് മനുഷ്യൻ കാണുന്നത്. അങ്ങനെ ആരും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞൊരു ഒരു വിഡ്ഢിക്കും കൃപാസനത്തെ എഴുതി തള്ളാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് റാഷണലിസ്റ്റാണെന്ന് പറഞ്ഞാലും അതേസമയം തന്നെ മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ സത്യസന്ധമായിട്ടാണ് നീ വിശ്വസിക്കുന്നത് എങ്കിൽ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, പാലമാണ് വിശ്വാസം. അത് മരപ്പാലമുണ്ട്, കോൺക്രീറ്റ് പാലമുണ്ട്. അപ്പോൾ ദൈവം നോക്കണ ചവിട്ടിയാൽ കണ്ടിക്കണത് മഴ വന്നാൽ ഉറഞ്ഞു പോകണ മരപ്പാലമല്ല. അതുകൊണ്ട് മരപ്പാലത്തെ കൂടി ദൈവം നിങ്ങൾ നടത്തുമ്പോൾ ഓർക്കണം, ഇത് മരപ്പാലം മാറ്റാൻ സമയമായി ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം വന്ന്, ആ സാക്ഷ്യം പ്രിൻസിൻ്റെ സാക്ഷ്യമാണ്. ഇപ്പം തന്നെ 10,000-60,000 പേര് ആ സാക്ഷ്യം കണ്ടു കഴിഞ്ഞു. പ്രിൻസിൻ്റെ വിഷയം എന്താണെന്നറിയാമോ? പ്രിൻസിൻ്റെ വൈഫ്, അവിടെ പേര് സൗഭാഗ്യം. പ്രിൻസിൻ്റെ പാലക്കാട്ടുകാരാണ്. പ്രിൻസിൻ്റെ വൈഫ് സൗഭാഗ്യ പ്രിൻസിനോട് പറഞ്ഞ് നമുക്കൊന്ന് കൃപാസനത്തിൽ പോവുക. എന്താണ് നടക്കാത്ത എല്ലാ കാര്യവും അവിടെ ചെന്നാൽ മാതാവ് നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച് കളഞ്ഞു. എന്ത് വിഡ്ഢിയാണ് പെണ്ണുങ്ങളല്ലെങ്കിലും ജന്മനാ വിഡ്ഢികളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ പ്രിൻസ്. കഴിഞ്ഞാൽ അവരെന്താ പറയണത്, നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം, നടക്കാത്ത എല്ലാ കാര്യങ്ങളും അവിടെ മാതാവ് നടത്തുന്നുണ്ട്. പക്ഷേ വൈഫ് ഇവർ തമ്മിൽ നല്ല ടേംസാണ്. അത് കാരണം പറഞ്ഞു, എനിക്ക് വിശ്വാസമൊന്നുമില്ല, നിൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല, അവളുടെ ഒരു താല്പര്യമില്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തിനാണ് നമ്മൾ പോണത്? അപ്പോഴ് ഇവരുടെ സൗഭാഗ്യം പറയും, നമുക്ക് 6 കാര്യങ്ങൾ എഴുതാമെന്ന് പറയും. നമുക്ക് 6 കാര്യങ്ങൾ എഴുതാമെന്ന് പറയും. അപ്പോൾ പ്രിൻസ് ഇവിടെ ഒന്ന് നോക്കിയിട്ട് ഓർത്തിട്ട് 10-60 കാര്യങ്ങളുണ്ട്. 6 കാര്യത്തിൽ നിൽക്കണില്ല ജീവിതം 6 കാര്യത്തിൽ നിൽക്കണില്ല. എന്തെഴുതാനാണ്? ഒത്തിരി എഴുതണമല്ല. ഇത് ഏതാണ് പ്രധാനപ്പെട്ടത്? ഒന്നാമത് എഴുതേണ്ടത് ഏതാണ്, രണ്ടാമത് എഴുതേണ്ടത് ഏതാണ്ട് ഒന്ന് എഴുതി കൺഫ്യൂഷനായപ്പോൾ പുള്ളിക്കാരൻ 3 കാര്യം മാത്രം എഴുതി. ഒറ്റ വരിയിൽ 3 കാര്യം എഴുതി. വൈഫിനോട് പറഞ്ഞിട്ടാണ് എഴുതിയത്. 1, എന്നെ, എൻ്റെ ഭാര്യനെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ അപ്പനെയും സംരക്ഷിക്കണം. 2, അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് മാരക രോഗം വരരുത്. തീർന്നു. ബാക്കിയുള്ളത് വേലയെടുത്ത് ജീവിക്കാം, ദൈവം തന്ന ആരോഗ്യം കൊണ്ട്. അതാണ് മനസ്സിൽ വിചാരിക്കണത്. അതന്നാണ് ആ സാക്ഷ്യത്തിൻ്റെ പോക്ക്. അങ്ങനെയാണല്ല. ബാക്കിയുള്ളത് എനിക്ക് നല്ല മനുഷ്യൻ നല്ല ആരോഗ്യമുണ്ട്, ബാക്കിയുള്ളത് വേലയെടുത്ത് ജീവിക്കാം. ഞങ്ങൾക്ക് എന്താ വേണ്ടത്? എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും സംരക്ഷണം വേണം. രണ്ടാമത് എന്താണ്? ഞങ്ങൾക്ക് മാരക രോഗങ്ങളൊന്നും വരരുത്. പക്ഷെ അത് നല്ല എനിക്കോട്ടെ, അത് എല്ലാവരും എഴുതണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇന്നത്തെ കാലത്ത്
ഏറ്റവും വലിയൊരു ഇൻഷുറൻസാണ് അത് മാതാവിനൊക്കെ എടുക്കുന്നത്. എല്ലാവരും അത് എഴുതണമെന്ന് എനിക്ക് തോന്നണേ, സംരക്ഷണം. പിന്നെ സിത്തര എഴുതി ഉള്ള വിശ്വാസം വെച്ച് ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്ന് ഇവർ പ്രത്യക്ഷയുടെ പ്രാർത്ഥന സൗഭാഗ്യം എന്ന് പറയണത് നമ്മൾ പറയും ഒരു പ്രത്യക്ഷ കാരണം. ഇപ്പോൾ ഇന്നലെ ഒരു പൂർണിമ അങ്ങനെ ഇതൊരു പെങ്കൊച്ച് സാക്ഷ്യം ഹരിപ്പാടെന്നും 5 മണിയെന്നും പറഞ്ഞ ഒരു സമയമുണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിരിക്കുമെന്ന് പറയും. അത്രയും കട്ടണ്ടായിട്ടാണ് അവർ പ്രത്യക്ഷ പ്രാർത്ഥനയാണല്ലോ ഇതിൻ്റെ ആത്മാവെന്ന് പറയണത്. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ആദ്യത്തെ താക്കോലെന്ന് പറയുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അതാണ് ആദ്യമേ നമ്മൾ വെളുപ്പിനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. കാര്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ അംഗീകരിച്ചിട്ട് സഭ അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ആ പ്രാർത്ഥനയായിട്ടാണ് മാതാവ് ഉടമ്പടി തരണത്. അപ്പോൾ ഉടമ്പടി നടക്കുന്ന എല്ലാ കാര്യവും പ്രത്യക്ഷത്തിലേക്കാണ് പോണത്, പ്രത്യക്ഷീകരണത്തിലേക്കാണ് പോണത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് ഇത് വരണത്, ഉടമ്പടിയുടെ ഓരോ സാക്ഷ്യവും വരണത്. അപ്പോഴേ നമ്മുടെ സൗഭാഗ്യം ഇത് പറയണത് അവളെ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയല്ല ചെയ്യണത്, അവൾ 53 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതെന്താ? ഞങ്ങൾ ഇവിടുന്ന് പറയണത് ഒന്നാണ്, ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ 53 ആക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 53 ആക്കരുത് കേട്ടോ. അവസാനം പ്രാർത്ഥന നിങ്ങൾക്കൊരു ഭാരമായിട്ട് വരും. മറ്റുള്ളവരെയൊക്കെ അനുകരിച്ച് പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാലേ അത് ഭാരമായി. സൗഭാഗ്യക്ക് അത് അഭിഷേകമാണ്, മറ്റുള്ളവർക്ക് അതൊരു ഭാരമായിട്ട് വരും. കാരണം ദൈവത്തിൽ നിന്നൊരു അഭിഷേകം കിട്ടിയാൽ യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് ഭാരപ്പെടത്തില്ല. ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നീ എഴുതിക്കോ, നീ 53 ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് ദൈവം അവനൊരു അഭിഷേകം കൊടുത്താൽ അത് ലൈറ്റ് വെയ്റ്റായിട്ട് പോകും. ലഘൂകരിച്ച് പോയാൽ നമുക്കൊരു ഭാരപ്പെടാതെ നമുക്കത് ചെല്ലാൻ പറ്റും. ഭാരപ്പെട്ടിട്ട് ഒരു ആധ്യാത്മിക കാര്യവും ചെയ്യരുത്. കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഭാരമില്ലാതെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണ ഉടമ്പടിയുടെ ഓരോ കാര്യത്തിനും ഭാരം വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഭാരമുണ്ട്. ഇപ്പം പത്രം കൊടുക്കാൻ ഭാരമില്ലേ? വെയിലത്ത് നടക്കണം. ചിലപ്പോൾ ആൾക്കാർ തോന്നിയ പറയും, ചില ആൾക്കാർ ആക്ഷേപിക്കും. ഭാരമുണ്ട്. ഇത് ഭാരം വെച്ചാൽ തന്നിരിക്കണതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഉള്ളവൻ മാത്രമേ അത് ചെയ്യാവൂ. വായി നോക്കികളൊന്നും ഉടമ്പടി എടുക്കരുതെന്ന് തന്നെ ഉദ്ദേശമാണ്. കാരണം ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ദൈവവും നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അപ്പോൾ ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണമെങ്കിൽ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം ആ ഉടമ്പടിയിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഭാരപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളതെല്ലാം, ഭാരമില്ലാത്ത കാര്യങ്ങളില്ല. ദൈവസ്നേഹം കൂടിയാൽ മാത്രമേ ഭാരം കുറയത്തുള്ളൂ. അതാണ് സംഭവം. ഈ ഭാരമുണ്ട്, നിങ്ങൾക്ക് ഭാരമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാരമായിട്ടല്ല, നിങ്ങൾ ദൈവസ്നേഹം കുറവാണെന്നാണ്. അപ്പോൾ ദൈവസ്നേഹം കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ദൈവസ്നേഹം കുറഞ്ഞു പോയി നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഭാരമായി എന്ന് കണ്ടാൽ വാട്ട് യു വിൽ ഡു? അത് സിമ്പിളാണ്. അതായത് ദൈവസ്നേഹം നിങ്ങൾക്ക് കുറഞ്ഞു പോയി, നിങ്ങൾക്ക് ഉടമ്പടി വിഷയങ്ങൾ ഭാരമാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കരകയറാൻ എന്താ മാർഗം? നിങ്ങൾക്ക് ദൈവസ്നേഹം കൂട്ടാൻ പറ്റും. ദൈവസ്നേഹം എങ്ങനെ കൂട്ടും? നമ്മൾ ദൈവസ്നേഹം കൂട്ടണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. എന്നിട്ട് ജീവിതത്തിൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പോൾ 1 യോഹന്നാൻ 2:5 എടുത്തേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാൻ 2:5. 1 യോഹന്നാൻ 2:5. എന്തെന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അതാണ് സംഭവം. അപ്പം ദൈവസ്നേഹത്തിന് ഹാഫുണ്ട്, ഒരു ക്വാർട്ടറുണ്ട്, ഒരു ഹാഫുണ്ട്, ഒരു മുക്കാലുണ്ട്, ഒരു ഫുള്ളുണ്ട്. അപ്പോൾ ഈ ദൈവസ്നേഹത്തിൻ്റെ ഫുള്ളിലേക്ക് എങ്ങനെയാണ് വരണത്? എന്തെന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു. അപ്പം അവന്റെ വചനം പാലിക്കുന്നതിലാണ്, അല്ലാതെ വായിക്കുന്നതിലൊന്നുമല്ല, എഴുതുന്നതിലൊന്നുമല്ല. നമ്മൾ ചില ആൾക്കാരൊക്കെ വചനമൊക്കെ 90 പ്രാവശ്യം 900 പ്രാവശ്യമൊക്കെ എഴുതണമെന്ന് എഴുതിക്കോ, അതല്ല പ്രശ്നം. ദൈവസ്നേഹം പൂർണ്ണമാകുന്നത് അത് പാലിക്കുന്നതിലാണ്. 1 യോഹന്നാൻ 2:5 എന്ന് പറഞ്ഞ് എന്തെന്നാൽ
അവന്റെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു. അവന്റെ വചനം പാലിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ജീവിക്കുക എന്നാണ്. അവൻ പറയണ പോലെ ചെയ്യുക. ഇറ്റ്സ് ക്ലിയർ അല്ലേ? അവന് 2:5 അവൻ പറയണ പോലെ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്കുള്ള പ്രത്യേകത. ഒരു മനുഷ്യന് ദൈവസ്നേഹം പൂർണ്ണമാകാൻ ഏറ്റവും നല്ലത് അവൻ ഉടമ്പടി ജീവിക്കുന്നതാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴ് നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണത് എന്താണ്? ഐ ആം ഡൂയിങ് എ ഫങ്ഷൻ. ഞാനൊരു കാര്യം ചെയ്യുന്നു എന്നല്ല പറയേണ്ടത്. ഞാൻ ദൈവസ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവസ്നേഹത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു. അങ്ങനെ ഓരോരോ കാര്യം ചെയ്യും തോറും ദൈവസ്നേഹം പൂർണ്ണതയിലെത്തും. ദൈവം പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം? ഉടനെ ടക്ക് എന്ന അടയാളം പ്രത്യക്ഷപ്പെടും. ഉടമ്പടിയിൽ ഇത്രയും ആൾക്കാർ സാക്ഷ്യം അടയാളം പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പം തന്നെ നമ്മുടെ ഈ പ്രിൻസിനെ എടുക്കാം. പ്രിൻസ് ഉടമ്പടി എടുത്ത് പോയി പെട്ടെന്ന് 40 കൊല്ലമായിട്ട് ഒരു മലമണ്ടയിൽ താമസിക്കുന്ന ആളാണ്. പാലക്കാട് 40 കൊല്ലമായി. അപ്പന് അവിടെയാണ്. അപ്പം പ്രിൻസിന് 10-30 വയസ്സ് പോലും ഇല്ല, അത്രേ ഉള്ളൂ. അപ്പനുണ്ട്. അപ്പം അവരവിടെ 40 കൊല്ലം താമസം, ഒരു പ്രശ്നമില്ല. ഉടമ്പടിയിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നെന്താണെന്നറിയാമോ? ഒന്നെന്താണ്? ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, മാരക രോഗങ്ങൾ ഉണ്ടാവരുത്. ഒരു കാര്യം കൂടി വെച്ചിട്ടുണ്ട്. എന്താ? ഞങ്ങൾക്കൊരു വീട് വേണം. വീടില്ല, ഉറഞ്ഞ വീടാണ്. വർഷങ്ങളായിട്ട് മലമണ്ട് ഉറഞ്ഞ വീട്ടിൽ താമസിക്കുക. അത് വെച്ചിട്ടുണ്ട് അവൻ. അപ്പോൾ എന്ത് ശാസ്ത്ര ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സംഭവിക്കണത് ഇങ്ങനെ എന്തെങ്കിലും ഉടമ്പടി അവർ പതുക്കെ ഉടമ്പടി പ്രകാരം ജീവിച്ചങ്ങനെ പോവുകയാണ്. ഭാര്യയും അവിടെ വിജയം എന്ന് പറയുന്നത് ഭാര്യയും ഇടിവെട്ട് ഉടമ്പടിയാണ്, ഭർത്താവ് പക്ക ഉടമ്പടിയാണ്. ഭാര്യയാണ് മോട്ടിവേറ്റർ ഭർത്താവിന്. അതുകൊണ്ട് അവർ സത്യസന്ധമായിട്ട് പ്രിൻസിൻ്റെ വർത്തമാനം കേൾക്കാൻ നമുക്ക് അറിയാൻ പറ്റും. നല്ല അജാനുബാഹുവായ മനുഷ്യരുടെ, അതായത് സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അയാൾ സിൻസിയറാണ് ഉടമ്പടിയോടൊന്നും. പുള്ളിക്കാരൻ ബൈക്കിന് വന്നപ്പോഴേ, രാത്രി ബൈക്കിന് വന്നപ്പോൾ അപ്പം പറഞ്ഞിടാ മകനെ ഇവിടെ ഭയങ്കര മഴയാണ്, മകനെ അത് ഭയങ്കര മഴയാണ്. ഇത് അതായത് കുറേ ദിവസമായിട്ട് അവിടെ 10 ദിവസമായിട്ട് മഴ ഉണ്ട്. പക്ഷേ സന്ധ്യയായപ്പോൾ മഴ കൂടി, വല്ലാത്ത മഴയായി. അപ്പോൾ അവൻ വന്നിട്ട് നിൻ്റെ വണ്ടി പുറത്ത് നമ്മുടെ അയൽവാസികളുടെ വീട്ടിൽ വെച്ചിട്ട് 400 മീറ്റർ അകലെയാണ് അയൽവാസി ഉള്ളത്. പാലക്കാടുകാർക്ക് അറിയാമല്ലോ, അകലെയാണ് മനുഷ്യർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നീ തോട് നീന്തി പോരാൻ പറഞ്ഞു. തോടുണ്ട്, വീടിൻ്റെ വാതിക്കൽ കൂടി ഒരു തോടുണ്ട്. അപ്പോൾ ഇവനെങ്ങനെ പറഞ്ഞാലും ശരി അയൽവാസിയുടെ വീട്ടിൽ കൊണ്ട് വെക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ആഴം കുറഞ്ഞ മണ്ണ് ചെളിയല്ല അതിൽ കൂടി ഓടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യണ വണ്ടി. പക്ഷെ അപ്പോഴവന് തോന്നി, അപ്പം പറഞ്ഞാൽ കേട്ടേക്കാമെന്ന് തോന്നി. അപ്പം അതിനെ പറഞ്ഞ് ഞാൻ എളിമപ്പെട്ടെന്നാണ് പറഞ്ഞത്. അതാണ് വിഷയം. ആ വാക്ക് കറക്റ്റാണ്. നമ്മൾ നമ്മൾ അപ്പം പറഞ്ഞാലും ചില ആൾക്കാർ തണ്ടുരോഗം കാണിക്കുമല്ല, ചെറുപ്പക്കാർ പ്രത്യേകിച്ച്. അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടെ രീതിയിൽ ചെയ്യത്തുള്ളൂ. മുതിർന്നവർ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. പക്ഷേ ഇപ്പോഴും അവൻ ഈ ഉടമ്പടിയിലായ കാരണം അവനും പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുണ്ടായി. അപ്പം പറഞ്ഞ ദൈവം പറഞ്ഞതാണ് കേട്ടോ എന്നുള്ള ഒരു ബോധം ഉണ്ടായപ്പോൾ അവൻ വണ്ടി അവിടെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 400 മീറ്റർ നടന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ഉണ്ട് പണിയാനിവിടെ. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറിയപ്പോൾ തോട് നീന്തി കയറി വീട്ടിലോട്ട് കയറിയപ്പോൾ നിന്ന് പെയ്യാണ്, ഇരുണ്ട് കുത്തി പെയ്യാണ്. കറണ്ടുമില്ല, മൊബൈലിൽ ലൈനുമില്ല, ഇരുട്ട് മാത്രം. എന്തിനെന്ന് അറിയാൻ പാടില്ല.
അവൻ നോക്കിയപ്പോൾ പുറത്തൊക്കെ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. വീടിൻ്റെ പുറകിൽ വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവന് ടോർച്ച് അടിച്ചിട്ട് വെള്ളച്ച് വരുമ്പോൾ വെള്ളം കുത്തി മോളി മലയെന്ന് പുറകിന്ന് വെള്ളം കുത്തി ചെളിയുമായിട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഉടനെ തൻ്റെ കുറേ പുസ്തകങ്ങൾ ചാർത്തിലുണ്ടായിരുന്നു. വീടിൻ്റെ പുറകിൽ ചാർത്തിൽ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അത് എടുത്ത് കോരി പിടിച്ച് അകത്തോട്ട് കയറുന്ന സമയത്ത് ഗ്യാസിൻ്റെ സിലിണ്ടർ ഒഴുക്കിക്കൊണ്ടുപോയി. അപ്പോൾ ഒഴുക്ക് മനസ്സിലായില്ലേ? ഇപ്പം വീടിൻ്റെ 2 വശത്തും കൂടി ഒഴുക്ക്, ഗംഭീര ഒഴുക്ക്. അപ്പോൾ ആ വീട്ടിൽ കയറി നിൽക്കും. വീട്ടിൽ കയറി നിൽക്കുമ്പോൾ ഇടിയും മഴയും നടക്കുന്നുണ്ട്. അതേസമയം തന്നെ മുകളിൽ നിന്ന് ചേര കുത്തി വീടിൻ്റെ പുറകെ വന്ന് തള്ളി നിൽക്കുകയാണ്. ഇനി വീടും കൊണ്ട് പോകും, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഇനി ഇവിടെ നിന്ന് അപകടമാണ് മനസ്സിലായി. അപ്പം തന്നെ ഉരുള് മോളിൽ പൊട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉരുളിക്ക് പൊട്ടാൻ നിങ്ങൾക്ക് അറിയാമില്ല. ഏറ്റവും വലിയ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണത്. പണ്ട് ഒരു രാമചന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എരുമേലിയിൽ നിന്ന്. എന്നെ ഉടമ്പടി പേപ്പർ കാണിച്ചു. അയാൾ പറഞ്ഞത് ഉരുളി പൊട്ടിയപ്പോൾ ഒഴുകിപ്പോയി, എല്ലാം പോയിച്ച ഉടമ്പടി പേപ്പർ ഞാൻ വെള്ളത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. രാമചന്ദ്രൻ എരുമേലിയിൽ നിന്ന്. ഞാൻ പറഞ്ഞു, മകൻ ഇവിടെ മുട്ടനിക്കാൻ പറഞ്ഞു, നിനക്കെന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി അമ്മ തരാൻ ഉദ്ദേശിച്ചു. ഒരു സാധനം നമ്മൾ ഉടമ്പടി എടുത്തിട്ട് നശിച്ചു പോയെന്ന് കണ്ടാൽ അതിനർത്ഥം ദൈവം അത് നശിപ്പിക്കുന്നു, നിന്നെ പൂർണ്ണമായിട്ട് പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.